ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കടുകുമണി എന്നുള്ള ഗുഡ്നസ് ടി വിയിലെ ഇന്നത്തെ ധ്യാന ചിന്ത സ്വർഗരാജ്യം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. ലോകരാജ്യം പിശാചിൻ്റെ ഭരണത്തിന് കീഴിലുള്ള ഒരു മേഖലയെക്കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് ചിന്തിച്ചു. ദൈവരാജ്യം, ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ ഭരണം ത്തിൽ കഴിയുന്ന അവസ്ഥ, അതിനെക്കുറിച്ച് ദൈവരാജ്യം എന്ന രീതിയിൽ നമ്മൾ ചിന്തിച്ചു. ഇനി സ്വർഗരാജ്യം എന്ന് പറയുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന വചനത്തെക്കുറിച്ച് സഭ എന്ത് പഠിപ്പിക്കുന്നു എന്നാണ് ഇപ്പം ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിന് 325, 326 പറഞ്ഞിരിക്കുന്ന കാര്യം ഞാനൊന്ന് വിശദീകരിക്കാം. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ചൊല്ലുന്നുണ്ട്. ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചുവെന്ന് ഉൽപ്പത്തി 1:1 വായിക്കുന്നുണ്ട്. ആകാശവും ഭൂമിയും എന്ന വിശുദ്ധലിഖിത പ്രയോഗത്തിൻ്റെ അർത്ഥം അസ്തിത്വമുള്ള സകലതും എന്ന് പറഞ്ഞാൽ സൃഷ്ടപ്രപഞ്ചം മുഴുവനും എന്നാണ്. ആകാശവും ഭൂമിയും എന്ന് പറഞ്ഞാൽ അസ്തിത്വമുള്ള സകലതും, സൃഷ്ടപ്രപഞ്ചം മുഴുവനും എന്നാണ്. മനുഷ്യർ വസിക്കുന്ന ലോകമാണ് ഭൂമി. ആകാശം അഥവാ ആകാശങ്ങൾ, ഹെവൻസ് പ്ലൂരൽ ബഹുവചനം എന്ന സംജ്ഞയാകട്ടെ ആകാശവിധാനത്തെയും സ്വർഗസ്ഥനായ പിതാവായ ദൈവത്തിൻ്റെ വാസസ്ഥലത്തെയും സൂചിപ്പിക്കുന്നു എന്നാണ് സഭ പറയുന്നത്. അതിനാൽ യുഗാന്ത മഹത്വമായ സ്വർഗത്തെയും ആകാശം എന്ന പദം സൂചിപ്പിക്കുന്നു. കൂടാതെ സ്വർഗം ദൈവസന്നിധിയിൽ വ്യാപരിക്കുന്ന ആത്മീയ സൃഷ്ടികളുടെ മാലാഖമാരുടെ സ്ഥാനത്തെയും സൂചിപ്പിക്കുന്നു എന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ സ്വർഗരാജ്യം എന്ന് പറയുമ്പോൾ അത് ഒരൊറ്റ കാര്യമല്ല. ദൈവമുണ്ട്, ദൈവത്തോടു കൂടെയുള്ള അരൂപികളായ മാലാഖമാരുണ്ട്, ദൈവത്തിൽ എത്തിച്ചേർന്ന വിശുദ്ധാത്മാക്കളുണ്ട്. അതിനെക്കുറിച്ച് കുറച്ചുകൂടെ നമ്മൾ ആഴത്തിൽ പഠിക്കാനായിട്ട് പോകും. ഇനി സ്വർഗസ്ഥനായ പിതാവായ ദൈവത്തിൻ്റെ മാലാഖമാരുടെ വാസസ്ഥലമായി സ്വർഗത്തിലേക്കാണ് മനുഷ്യരക്ഷയ്ക്കു വേണ്ടി ബലിയായി തീർന്ന ഈശോ ഉത്ഥാനശേഷം ആരോഹണം ചെയ്തത്. യേശുവിൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ച് വചനം പറയുന്നത് ഇങ്ങനെയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ തിരുവചനത്തിൽ കർത്താവായ യേശു അവരോട് സംസാരിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ദൈവത്തിൻ്റെ വലത്ത ഭാഗത്ത് ഉപവിഷ്ടനാകുകയും ചെയ്തു. നമ്മൾ സ്വർഗം എന്ന് പറയുമ്പോൾ ഒരു ഭൗതികമായ, ചില മതവിശ്വാസങ്ങളിൽ അങ്ങനെയുണ്ട്. സ്വർഗം എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൽ എന്തൊക്കെ സുഖാസ്വാദന മേഖലയുണ്ടോ അതിൻ്റെ 100 ഇരട്ടി ഭൗതികമായി തന്നെ ശാരീരികമായി ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണെന്നും അത് വളരെയേറെ ഒരു അങ്ങേയറ്റത്തെ ഒരു ലൗകികമായ രീതിയിൽ ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന മതവിശ്വാസങ്ങളുമുണ്ട്. ഇതൊരു ആത്മീയ മേഖലയാണ്. അവിടെ ജഡം, ലോകം, ഭൗതിക വസ്തു, മാറ്റർ അതൊന്നുമില്ല. അവിടെ ഒരു അതിസ്വാഭാവികമായ സ്പിരിച്വലായിട്ടുള്ള ഒരു മേഖലയാണത്. പിതാവിൽ നിന്ന് വന്നവന് മാത്രമേ പിതാവിലേക്ക് തിരിച്ചു പോകാൻ കഴിയുകയുള്ളൂ എന്ന് വചനം പറയുന്നത്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മനുഷ്യപുത്രനാൽ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല. യോഹന്നാൻ 3:13. മനുഷ്യൻ്റെ സ്വന്തം കഴിവുകൊണ്ട് നമുക്കാർക്കും ആ സ്വർഗത്തിൽ കയറി പോകാൻ പറ്റുകയില്ല. മനുഷ്യപ്രകൃതിക്ക് അതിൻ്റെ സ്വാഭാവിക കഴിവുകൊണ്ട് പിതാവിൻ്റെ ഭവനത്തിലേക്ക് കടന്നുമില്ല, കഴിയുകയില്ല. യോഹന്നാൻ 14:2. ഈ പ്രവേശനം മനുഷ്യന് സാധ്യമാകാൻ ക്രിസ്തുവിന് മാത്രമേ സാധിക്കൂ. കാരണം അവൻ പിതാവിലേക്കുള്ള സ്വർഗത്തിലേക്കുള്ള വാതിലുമാണ്, വഴിയുമാണ്. യോഹന്നാൻ 10:9 യോഹന്നാൻ 14:6 അത് പറഞ്ഞിട്ടുണ്ട്. ഞാനാണ് ആടുകളുടെ വാതിൽ, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിലേക്ക് വരുന്നില്ല എന്ന് ഈശോ പറഞ്ഞു. യോഹന്നാൻ 14:6 പറയും ഞാനാണ് വഴി. അപ്പോൾ വാതിലുമാണ്, വഴിയുമാണ് ഈശോ. ഈ യേശുവിലൂടെയാണ് ആ സ്വർഗത്തിലേക്ക് പ്രവേശനം. ലോകത്തിൽ മനുഷ്യനായിട്ട് അവതരിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്കും യേശുവിലൂടെ അല്ലാതെ ഈ സ്വർഗപ്രവേശനമില്ല. അതുകൊണ്ടാണ് യേശു ഏകരക്ഷകനായത്. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി യേശുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ലെന്ന് അപ്പോസ്തലപ്രവൃത്തി 4:12 പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. വേറെ ആരുടെയും സ്വർഗപ്രവേശനം സാധ്യമല്ല. കാരണം ഈശോ ആണ് പൂർണ്ണ ദൈവമായിരുന്നവൻ, പൂർണ്ണ മനുഷ്യനായി തീർന്ന് മനുഷ്യൻ്റെ പാപങ്ങൾ ഏറ്റെടുത്ത് മരണം വരിച്ച് ഉദ്ധാനം ചെയ്ത് സ്വർഗത്തിൽ കയറിയവൻ. അവന് മാത്രമേ നമ്മളെ പിതാവിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ടെന്നും പറഞ്ഞ് നമ്മളെ അങ്ങോട്ട് ഈശോ വിളിക്കുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ
സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്വർഗത്തിലേക്കുള്ള ഏക മാർഗമായ യേശുവിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഈ സ്വർഗരാജ്യത്തെക്കുറിച്ച് തിരുസഭ പഠിപ്പിക്കുന്ന എന്താണ്? കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1023 CCC 1023 അവിടെ പറഞ്ഞിരിക്കുകയാണ്, ദൈവത്തിൻ്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുകയും പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നവൻ ക്രിസ്തുവിനോടുകൂടെ എന്നേക്കും ജീവിക്കുന്നു. അവർ എന്നേക്കും ദൈവത്തെ പോലെയാണ്. എന്തെന്നാൽ അവിടുന്ന് ആയിരിക്കുന്ന പോലെ അവർ അവിടുത്തെ മുഖാഭിമുഖം കാണുന്നു. ദൈവത്തിൻ്റെ കൃപാവരത്തിൽ സൗഹൃദത്തിലും ഈ ഭൂമിയിൽ ആയിരിക്കുന്ന അവസ്ഥയാണ് ദൈവരാജ്യാവസ്ഥ. ദൈവരാജ്യത്തിൽ ജീവിക്കുന്നവർക്ക് സ്വർഗരാജ്യം സാധ്യമാകൂ. 12 ബെനഡിക്റ്റ് മാർപ്പാപ്പ ബെനഡിക്തൂസ് ദേവൂസ് എന്ന പ്രമാണരേഖയിൽ പറയുന്നു, എല്ലാ വിശുദ്ധരുടെയും ക്രിസ്തുവിൻ്റെ മാമോദീസ സ്വീകരിച്ചതിന് ശേഷം മരിച്ച മറ്റു വിശ്വാസികളുടെ ആത്മാക്കൾ അവർ മരിക്കുമ്പോൾ അവർക്ക് വിശുദ്ധീകരണത്തിൻ്റെ ആവശ്യമില്ലായിരുന്നെങ്കിൽ, അവർ പൂർണ്ണമായി വിശുദ്ധരായിരുന്നെങ്കിൽ ക്രിസ്തുവിനോടുകൂടെ വിശുദ്ധ മാലാഖമാരുടെ സമൂഹത്തോടൊത്ത് സ്വർഗത്തിൽ, സ്വർഗരാജ്യത്തിൽ, സ്വർഗീയ പർദീസായിൽ ആയിരിക്കും. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പീഡാസഹനവും മരണവും മുതൽ ഈ ആത്മാക്കൾ ദൈവിക സത്തയെ മുഖാഭിമുഖമായി യാതൊരു സൃഷ്ടിയുടെ മധ്യവർത്തിത്വം കൂടാതെ ആന്തരികമായ ദർശനം വഴി കണ്ടിട്ടുണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1023 അത് വിവരിച്ചിട്ടുണ്ട്. പരിശുദ്ധ, ഇനി കുറച്ചുകൂടി വിശദീകരിച്ചാൽ പരിശുദ്ധ ത്രിത്വത്തോട്, പിതാവിനോട്, പുത്രനോട്, പരിശുദ്ധാത്മാവിനോട്, ത്രിത്വത്തോടും കന്യകാമറിയത്തോടും മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടൊത്തുള്ള പരമവും സുനിശ്ചിതവുമായ സന്തോഷത്തിൻ്റെ അവസ്ഥയാണ് സ്വർഗം. അവിടെ പരിശുദ്ധ ത്രിത്വത്തോട് ഐക്യം മാത്രമല്ല, സ്വർഗത്തിലെത്തിയ വിശുദ്ധാത്മാക്കളുണ്ട്. ഈ ലോകത്ത് മനുഷ്യരായിട്ട് അവതരിച്ചിട്ട് ദൈവൈക്യത്തിൽ, ദൈവരാജ്യത്തിൽ സജീവ അംഗങ്ങളായി ജീവിച്ച് ദൈവത്തോട് വിശ്വസ്ത പുലർത്തി പിശാചോട് 100% നോ പറഞ്ഞുകൊണ്ട്, ദൈവത്തോട് യേസ് പറഞ്ഞുകൊണ്ട് ഈ ലോക ജീവിതത്തിന് ശേഷം സ്വർഗത്തിൽ എത്തിച്ചേർന്നവർ, അവരാ വിശുദ്ധർ. ആ വിശുദ്ധരുടെ കൂടെ അതിനു മുമ്പ് ആദിയിൽ ദൈവം സൃഷ്ടിച്ച മാലാഖമാരുമുണ്ട്. ഈ മാലാഖമാരോടും വിശുദ്ധരോടൊത്തുള്ള ആനന്ദത്തിൻ്റെ, അത് വിശുദ്ധാത്മാക്കളെ സ്വർഗീയ ദർശനം കിട്ടിയവർ പറയുന്നത്, അതിനെക്കുറിച്ച് നമുക്ക് മാനുഷിക ഭാഷയിലൊന്നും പറഞ്ഞ് അവതരിപ്പിക്കുമ്പോഴും പറ്റില്ല. ആ സ്വർഗീയ അനുഭവത്തിൻ്റെ, അനുഭൂതിയുടെ ഒരു തരിയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ദൈവമേ എന്നെ തിരിച്ചു കൊണ്ടുപോകലെ ഭൂമിയിലേക്ക് നമ്മൾ പറഞ്ഞു പോകുന്ന വിശുദ്ധാത്മാക്കൾ പലരും സ്വർഗീയ ദർശനം കിട്ടിയവർ പറഞ്ഞിരിക്കുന്നത്. ഓരോരുത്തരും തങ്ങളുടെ വ്യക്തിത്വവും പേരും നിലനിർത്തിക്കൊണ്ട് ക്രിസ്തുവിലായിരിക്കുന്നു. തൻ്റെ മരണവും ഉത്ഥാനവും വഴി യേശു ക്രിസ്തു നമുക്കായി സ്വർഗം തുറന്നു തന്നു. പരിപൂർണമായി യേശുവിലേക്ക് ഒന്നുചേരുന്നവരുടെ അനുഗ്രഹീത സമൂഹമാണ് സ്വർഗം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1024, 1025, 1026 ഇത് വ്യക്തമാക്കി തന്നിട്ടുണ്ട് സഭ. അപ്പോൾ ഈ ലോകത്തോട് അനുരൂപരാകരുത് എന്ന് പറയുമ്പോൾ, അങ്ങനെ അനുരൂപരാകാതെ ജീവിക്കാൻ പറ്റണമെങ്കിൽ നമുക്ക് ഈ ലോകത്തിൽ ദൈവരാജ്യത്തിലെ ആ വിശുദ്ധ തലത്തിലേക്ക് വളരേണ്ടിയിരിക്കുന്നു. ദൈവരാജ്യത്തിലായിരിക്കുമ്പോൾ എപ്പോഴും സ്വർഗത്തെക്കുറിച്ചുള്ള, സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ഒരു ആഗ്രഹവും അതുപോലെ തന്നെ സ്വർഗരാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളിലോ താല്പര്യം ഉണ്ടാകണം. ഒരാൾ എന്നോട് പറഞ്ഞതാണ്, ആളൊരു സിനിമയിലേക്ക് അഭിനയിച്ച ആളാണ്, ഒരു സ്ത്രീ, ബോംബെയിലുള്ളൊരു സ്ത്രീയാണ്. അവർ ഒരു ആരോഗ്യ പ്രശ്നത്താലാണ് ഒരിക്കൽ ധ്യാനം കൂടാൻ വേണ്ടി ബോംബെ താബോർ ധ്യാന കേന്ദ്രത്തിൽ വന്നത്. അവർ നന്നായിട്ട് ഹിന്ദി സംസാരിക്കും, മറാഠി സംസാരിക്കും, അതുപോലെ തന്നെ കൊങ്ങണി സംസാരിക്കും. ഇംഗ്ലീഷ് അറിയാമെങ്കിലും അവർക്ക് ഫ്ലുവൻ്റായിട്ട് അറിയാവുന്നത് മറാഠി, ഹിന്ദി ആയതുകൊണ്ട് അവർ ഹിന്ദി ധ്യാനത്തിലാണ് പങ്കെടുത്തത്. അപ്പോൾ 1-ാം ദിവസത്തെ ശുശ്രൂഷയുടെ അവസാനം എല്ലാവരും കൂടെ പൊതുവായി ഒരുമിച്ച് കൂട്ടി രോഗശാന്തി ശുശ്രൂഷ ചെയ്തപ്പോൾ ഇംഗ്ലീഷിൽ ഞാൻ പ്രസംഗിക്കും, ശുശ്രൂഷ ചെയ്യും. അപ്പോൾ ഒരാൾ അവിടെ നിന്ന് അത് മറാഠിയിലും, അതുപോലെ മറാഠിയല്ല, കൊങ്കണിയിലും ഹിന്ദിയിലും തർജ്ജമ ചെയ്യുന്ന അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ ആരാധന നടത്തിയത്. ഒത്തിരി രോഗശാന്തികളുണ്ടായി. ഒരു 600-700 പേര് ധ്യാനിക്കുന്നുണ്ടായിരുന്നു. ആ 700 പേര് ധ്യാനിച്ചതിൽ 250 പേർക്ക് ആദ്യത്തെ ദിവസത്തിൻ്റെ സായാഹ്ന ശുശ്രൂഷയിൽ, രോഗശാന്തി ശുശ്രൂഷ സൗഖ്യം കിട്ടി. ഇവരുടെ കൂടെ വന്ന ഇവരുടെ ആങ്ങള വിവാഹിതനാണ്. ഇവർ വിവാഹിതയല്ല. ഈ സിനിമയിൽ അഭിനയിച്ച സ്ത്രീ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളൂ. അപ്പോൾ രോഗം ബാധിച്ചിട്ട് അത് മാറാൻ വേണ്ടി വന്നതാണ്. പെട്ടെന്ന് തീരുമാനമെടുത്തു ഇംഗ്ലീഷ് ധ്യാനം കൂടാം. അങ്ങനെയാണ് അവർ ഇംഗ്ലീഷ് ധ്യാനം കൂടുന്നത്. അവർ പറയുകയാണ്, എനിക്ക് ഇംഗ്ലീഷ് ധ്യാനം അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല, പക്ഷേ അച്ഛൻ പ്രസംഗിക്കുമ്പോൾ ഇംഗ്ലീഷ് എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരുന്നു. എൻ്റെ സിമ്പിൾ ഇംഗ്ലീഷാണല്ലോ, വലിയ സൊഫിസ്റ്റിക്കേറ്റഡ്, വലിയ സ്റ്റൈലിഷ് ഇംഗ്ലീഷൊന്നുമല്ല, സാധാരണ ഇംഗ്ലീഷ്. അതവർക്ക് നന്നായിട്ട് മനസ്സിലായി. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്വർഗത്തെക്കുറിച്ചൊരു ക്ലാസ് എടുത്തു. 2-ാമത്തെ 3-ാമത്തെ ദിവസം തോന്നുന്നു.
സ്വർഗം എന്താണെന്ന് പറഞ്ഞ് ക്ലാസ് എടുത്തിട്ട് അതിനെക്കുറിച്ച് വിശദീകരണമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവർക്ക് ഒരു പ്രത്യേക ആകർഷണം ഉള്ളിൽ തോന്നി സ്വർഗം. അതോടുകൂടി അവരുടെ മനസ്സിൽ ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ, എനിക്ക് ആ സ്വർഗത്തിൻ്റെ ഒരു അനുഭവം കിട്ടണം. ബുധനാഴ്ചത്തെ അഭിഷേക ആരാധന സമയത്ത് അവർ ശരിക്കും സ്വർഗീയ ദർശനം കണ്ടു. അത് കഴിഞ്ഞതിന് ശേഷം അവരെന്നോട് പറഞ്ഞു, എനിക്ക് ഈ ഭൂമിയിൽ ഇനി ലോകത്തിൻ്റെ ഒരു നേട്ടങ്ങളും സിനിമാഭിനയമോ ജഡത്തിൻ്റെ സുഖങ്ങളൊന്നും വേണ്ട, എനിക്ക് ദൈവത്തിൻ്റെതായി ജീവിച്ചാൽ മതി. ഞാനിപ്പോൾ ആ സ്ത്രീയുടെ കഥ അവിടെ കണ്ട് അവസാനിപ്പിക്കുക. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് പൂർണ്ണമായി യേശുവിനെ സ്വീകരിക്കാൻ സാധിച്ചു. അവർ യേശുവിനെ സ്വീകരിച്ചത് മാത്രമല്ല, ഒത്തിരി സ്റ്റെപ്പുകളെടുത്ത് ഒരു സന്യാസിനിയാകാനുള്ള ആഗ്രഹത്തിലേക്ക് പോലും അവരെത്തിക്കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തെ ഒന്ന് കാണാൻ പറ്റിയാൽ, നമ്മുടെ ഉള്ളിൽ അതിനെക്കുറിച്ച് ദാഹമുണ്ടെങ്കിൽ, സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, ഈ ലോകത്തിൻ്റെ ദേവനായ പിശാച് നമ്മളെ ബന്ധിക്കില്ല, നമ്മളെ നശിപ്പിക്കില്ല. അവൻ പ്രലോഭനമായിട്ട് വന്നാലും നോ പറയാൻ പറ്റും. നമുക്കതിനുള്ള കൃപയ്ക്കായി യാചിക്കാം. പിശാചിൻ്റെ പ്രലോഭനങ്ങൾ അതിജീവിക്കാൻ, അവൻ്റെ പീഡകളെ അതിജീവിക്കാൻ സ്വർഗരാജ്യത്തെ മുന്നിൽ കണ്ട് സ്വർഗരാജ്യം നമ്മുടെ ഒരു ദാഹമായി മാറ്റി നമുക്ക് ജീവിക്കാം. കർത്താവേ, ഈ ലോകത്തോട് വിട പറഞ്ഞ് സ്വർഗരാജ്യത്തിൽ സജീവാംഗങ്ങളായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവരാജ്യത്തിൽ സജീവാംഗങ്ങളായി സ്വർഗരാജ്യത്തിലെ ലക്ഷ്യം വെച്ച് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ